വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്ക് സിമ്പിളായി പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ തമ്മിൽ നല്ലൊരു കെയർ ഉണ്ട്, നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഫീലിങ്സ് ഉണ്ട്. പക്ഷേ അതിനോടൊപ്പം തന്നെ ചെറിയൊരു കൺഫ്യൂഷൻസും ഡിസ്റ്റൻസും ഒക്കെ നമുക്ക് ഈ ഒരു എനർജിയിൽ നിന്ന് മനസ്സിലാവും. അപ്പോൾ ഒരാൾ ഇമോഷണലി കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ മറ്റൊരാൾ കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ആയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇടയ്ക്കിടയ്ക്ക് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഡൗട്ട് ചെയ്യുന്ന ഒരു ചോദ്യം ഉണ്ടെന്ന് വെച്ചാൽ ഇത് വർക്ക് ആവുമോ, അല്ലെങ്കിൽ ആൻസർ സ്ട്രെയിറ്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഇത് വർക്ക് ആവും, പക്ഷേ ഈ നിങ്ങൾ രണ്ടുപേരും ഈക്വൽ ആയിട്ട് ഇതിൽ എഫേർട്ട് ചെയ്താൽ മാത്രം. അപ്പോൾ ഇവിടെ ഒരു ഗുഡ് ബോണ്ടിങ് എനർജി നമുക്ക് കാണുന്നുണ്ട്, പക്ഷേ കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടെ ക്ലിയർ ആവണം. ഉള്ളത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ മൈൻഡിൽ എന്താണുള്ളത് അതുപോലെ നിങ്ങൾ സംസാരിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ പല പ്രശ്നങ്ങളും നിങ്ങൾക്ക് അവിടുന്ന് തന്നെ സോൾവ്. അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ചെറിയൊരു പ്രോബ്ലംസ് നല്ലതുപോലെ ഈ ഒരു എനർജിയിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് വെച്ചാൽ നിങ്ങൾ കുറെ കൂടെ ഓവർ തിങ്കിങ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ്. അപ്പോൾ നിങ്ങൾ കൂടുതൽ ഓവർ തിങ്കിങ് ചെയ്യാതെ നിങ്ങൾ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റിയോടുകൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ മാത്രം എല്ലാം ഈ ഒരു റിലേഷൻഷിപ്പിലെ നെഗറ്റീവ്സും എല്ലാ കാര്യങ്ങളും ഓർത്ത് നിങ്ങൾ മാത്രം അതിനെപ്പറ്റി ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം വെച്ചാൽ ഇത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ തമ്മിൽ ഒരു ലൈഫ് ലോങ് ഒരു മാരേജോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ ഒരു തേർഡ് പാർട്ടിയുടെ ഒരു ഇൻഫ്ലുവൻസ് ഇല്ല, വേറൊരു ഡിസ്റ്റർബൻസ് ഇല്ല. പക്ഷെ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു നെഗറ്റീവ്, അതായത് നിങ്ങൾ തമ്മിലൊരു ഇംബാലൻസ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും കുറച്ച് ക്ഷമ വേണം ഈ ഒരു റിലേഷൻഷിപ്പിൽ. ബാക്കി എല്ലാ തരത്തിലും ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ പോസിറ്റീവായിട്ട് പോകുന്നതാണ്. അപ്പം നിങ്ങളുടെ ഇടയിൽ ഇപ്പോൾ നിങ്ങൾക്ക് പറയാൻ ഒരു ഔട്ട്സൈഡിൽ നിന്ന് ഒരു പ്രോബ്ലംസ് നിങ്ങൾക്ക് അധികം ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ ചിലപ്പോൾ പ്രോബ്ലംസ് കാണുമായിരിക്കും. പക്ഷെ നിങ്ങൾ രണ്ടുപേരും അതിന് യാതൊരു തരത്തിലും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ഇപ്പോൾ ആ ഒരു പേഴ്സൻ്റെ ഫാമിലി റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ ട്രിഗർ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു കാര്യം നിങ്ങളുടെ ഇടയിലോട്ട് വലിച്ചുകൊണ്ട് വരുന്നില്ല. അതുപോലെ തന്നെ നിങ്ങളും. അപ്പോൾ പുറത്ത് നടക്കുന്ന ഒന്നും നിങ്ങൾ യാതൊരു തരത്തിലും കെയർ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് അതിലൊന്നും നിങ്ങൾ കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ടൈമും കളയുന്നില്ല. പക്ഷേ നിങ്ങൾ നിങ്ങൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ ആ ഒരു ഡിസ്റ്റൻസും ചെറിയൊരു പ്രോബ്ലംസും വരുന്നതിന് റീസൺ എന്ന് വെച്ചാൽ പ്രോപ്പറായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ലായ്മയും പിന്നെ നിങ്ങളുടെ ആ ഒരു എന്താ പറയുക, ആ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പും കാര്യങ്ങളും ഒക്കെ കൊണ്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ ഓവർ തിങ്കിങ് ഒക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും കാര്യങ്ങളും ഒക്കെ വരുന്നത്. അതല്ലാതെ തേർഡ് പാർട്ടിയുടെയോ അല്ലെങ്കിൽ വേറൊരു തരത്തിലോ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ സംസാരിക്കുക. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല തരത്തിൽ ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് മാരേജോ അല്ലെങ്കിൽ ലോങ് ടേം റിലേഷൻഷിപ്പിലായിട്ട് പോകാം. നിങ്ങൾക്ക് ഇപ്പോൾ മാരീഡ് അല്ലാത്ത പേഴ്സൺ ആണെങ്കിൽ കല്യാണം കഴിച്ച് മക്കളും ഫാമിലിയും ആയിട്ടൊക്കെ ജീവിക്കുക. അതുപോലെ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയിൽ നിൽക്കുന്ന ഒരു റിലേഷൻഷിപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു.